നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്തതാണ് കുറേ നേരമായിട്ട് ഞാനിങ്ങനെ. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ കഥയുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ കൃഷ്ണൻ്റെ കഥയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ അങ്ങനെയൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കേട്ട് ശീലവും എൻ്റെ അറിവും എനിക്ക് ആ കഥകളാണ് അറിയുക. ഓക്കെ, മറ്റു കഥകളൊക്കെ ഞാൻ എത്താം, അതിലൊക്കെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്യും പിന്നീട്. ഇപ്പോഴും ഞാൻ വെറും ആ കഥയായിട്ടല്ല പറയുന്നത്, കഥ പോലെ നിങ്ങൾക്ക് കേൾക്കാം. അതിൽ ഞാൻ കുറച്ച് നമ്മുടെ ലൈഫിന് വേണ്ട ചില കാര്യങ്ങൾ കൂടി എപ്പോഴും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ കഥയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ചില പാഠങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ ആ രീതിക്കാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ അതിലത്തെ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടെങ്കിലും പറ്റുന്നത്ര കാണാൻ ശ്രമിക്കുക. നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ എനിക്കതായിട്ടുള്ള പറഞ്ഞു മാത്രം. കാരണം അതിലും കൂടി ഞാൻ ഒരുവിധം ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഇന്നലത്തെ ഗൈഡൻസുമായിട്ട് മാച്ച് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗൈഡൻസിൽ പറഞ്ഞ അതേ കാര്യമായിരുന്നു ഞാൻ ആ സ്റ്റോറി ഇട്ടത്. സോ അതുകൊണ്ടാണ് പറയുന്നത്. സോ അങ്ങനെ കണ്ടു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി തേർഡ് പാർട്ടി റീഡിംഗ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എനിക്ക് തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. എനിക്ക് അത് പക്ഷേ ലൈക്ക് ഫാമിലി ആണോ അതോ വേറെ റിലേഷൻഷിപ്പ് ആണോ, ആ രീതിക്ക് കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആൻഡ് അവർ അപ്പോൾ ആ തേർഡ് പാർട്ടിയുമായിട്ട് എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഞാനൊരു സ്പൈ വർക്ക് എന്ന് ഞാൻ പറയാറുണ്ട് ഒരു റീഡിംഗ്, അതായിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എന്താ നടക്കുന്നത് നോക്കാം. അതിപ്പോൾ തേർഡ് പാർട്ടി ആരും ആവാം, ചിലപ്പോൾ ഫാമിലി ആവാം, ചിലപ്പോൾ മാരീഡ് ആവാം, അല്ലെങ്കിൽ ലൈക്ക് വേറെ റിലേഷൻഷിപ്പ് ആവാം, എന്തോ ആവാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എന്താണ് നടക്കുന്നത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 5 of Pentacles ആണ് ആദ്യം തന്നെ. ഓക്കെ, 4 of Wands, Knight of Cups, 7 of Wands, Seven of Wands, Knight of Wands. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. 8 of Wands, 10 of Swords, 3 of Wands, Queen of Swords. യെസ്, എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. King of Swords. യെസ്, ഓക്കെ, ഓസം. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം ഇവിടെ കൂടുതലും. ഓക്കെ, കുറച്ച് ലൈക്ക് മെജോറിറ്റി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആവാം, നിങ്ങൾ ഓൾറെഡി മാരീഡ്, വേറെ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ സിംഗിൾ ആവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇവിടെ എനിക്ക് മാരീഡ് ആണ് കാണുന്നത് കൂടുതലും. ഓക്കെ, 90% അല്ലെങ്കിൽ 75% എനിക്ക് അതാണ് കാണുന്നത്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ ലൈക്ക് റിലീജിയൻ വേറെ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ തടസ്സം, ഫാമിലി ആയിരിക്കാം തടസ്സം. ഓക്കെ, പാരൻസ് സമ്മതിക്കുന്നില്ല എന്ന രീതിക്ക് ആയിരിക്കാം കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ മാരേജ് സിറ്റുവേഷൻ തന്നെയാണ്. കാരണം ഇവിടെ കിങ് ഓഫ് സോർട്സും ക്വീൻ ഓഫ് സോർട്സും ഇരിക്കുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അത് ഒരു സിനാരിയോ അതും വരാം. നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് നോക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി കാണാം ഓൾറെഡി, അല്ലെങ്കിൽ സെപ്പറേഷൻ്റെ വക്കിലായിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും. സോ അതുകൂടി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം നോക്കുന്നത് ഇവിടെ. അങ്ങനെ ആ രീതിയിലും വരാം. ഓക്കെ, ഇവിടെ എന്തായാലും നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആദ്യം തന്നെ ഈ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കപ്പിളിനെ കാണുന്നുണ്ട്. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങൾ നോക്കുന്ന ആരെയായാലും ശരി. ഓക്കെ, നിങ്ങൾ കാണുന്ന ജെൻസിനെ ആയാലും ലേഡീസിനെ ആരെക്കുറിച്ച് നോക്കുകയാണെങ്കിലും ശരി, അവർ പാർട്ട്ണറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കാണുന്നതാണ്. ഓക്കെ, പരസ്പരം യാതൊരു ഒത്തൊരുമയും ഇല്ല. ഒരാൾ അങ്ങോട്ട് നോക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നു. സോ അവിടെ തന്നെ രണ്ടുപേരും വാള് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതും സോഡ്സ് ആണ്, ഇവിടെയും സോഡ്സ് ആണ്. രണ്ടാളും വാള് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, ഒന്ന് യെസ് മാരീഡ് എന്നുള്ള സിഗ്നേച്ചർ നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് അതല്ലാതെ അവർ തമ്മിൽ പരസ്പരം യാതൊരു ഒരു റൊമാൻറ്റിക് ആയിട്ടോ ഒരു സ്നേഹത്തോടെയോ ഉള്ള ഒരു എൻവയറമെന്റ് അല്ല എന്നുള്ള മനസ്സിലാക്കാം. പരസ്പരം കൺട്രോൾ ചെയ്യാൻ മാത്രം ശ്രമിക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈഗോ കൊണ്ടായിരിക്കാം, രണ്ടുപേരും വിട്ടുകൊടുക്കാത്തൊരു നേച്ചറായിരിക്കാം. എനിക്ക് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് ലൈക്ക് എന്താ പറയുക, ഒരു കാര്യത്തിലും പരസ്പരം നമ്മൾ പറയില്ലേ, കണ്ണിൽ നോക്കിയാൽ എന്താ പറയുക, നോക്കുന്നില്ല എന്ന് പറയും. എന്തോ ഒരു വാക്കുണ്ട്, അതിന് മറന്നുപോയി. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഇവർ കീരിയും പാമ്പും പോലെയാണെന്ന് പറയാം. ഓക്കെ, പക്ഷെ പുറമെ കാണിക്കുന്നതൊക്കെ മേ ബി നല്ല ഇതായിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും, മേ ബി കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് കാർഡ്. എനിവേ, ഇപ്പം അവർ തമ്മിൽ ഫൈറ്റ് ആണെങ്കിൽ കാണുന്നത്, അവർ തമ്മിൽ പ്രശ്നങ്ങളാണ് കാണുന്നത്. ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ കൺട്രോളിങ് എന്ന രീതിക്ക് പരസ്പരം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ബന്ധത്തിനെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, നമ്മൾ സൊസൈറ്റിയുടെ റൂൾസ് ഉണ്ടല്ലോ, ഇവിടെ ഹൈറോഫൻ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹൈറോഫൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യെസ് സ്ട്രെങ്ത് വെച്ച് നിൽക്കുകയാണ്. യെസ്, ഓക്കെ,
അത് തന്നെയാണ്. ഓക്കെ, അവര് ഇപ്പൊ തൽക്കാലം ആ ബന്ധത്തിൽ ഓക്കെ അവരെങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്ന് വിചാരിച്ച് മാത്രം നിൽക്കുന്നതാണ് അവിടെ. ഓക്കെ, ഒരു സ്നേഹവും അത് കാര്യങ്ങൾ, കാരണം ഏത് കാർഡും ലൈക്ക് ഇവിടെ ഈ ഒരു കാർഡ് ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഈ ഒരു കാർഡ് ഒഴിച്ച ബാക്കി എല്ലാം പറയുന്നത് ഇവിടെ അവർ തമ്മിൽ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകുന്ന മാത്രമാണ്. ഓക്കെ, ഒരു സന്തോഷവും ഇല്ല. കാരണം ഇവിടെ 4 ഓഫ് സോർട്സ് ഉണ്ട്, 10 ഓഫ് സോർട്സ് ഉണ്ട്. വളരെയധികം ഹേർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പരസ്പരം ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരാൾ ലൈക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടാവും, മറ്റേ ആളെ വേദനിപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ബാക്ക് സ്റ്റാബിങ് കാണുന്നുണ്ട്, ചിലപ്പോൾ ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ ആരെ കുറിച്ചാണോ റീഡിങ് നോക്കുന്നത് അവരുടെ പാർട്ട്ണർ ഓക്കെ അവരെ ചതിച്ച് കാണാം, എന്തെങ്കിലും ചീറ്റിംഗ് എനർജി നടന്ന എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക് ഓക്കെ എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ വേദനിപ്പിച്ച് കാണാം. ഓക്കെ, ഇവിടെ ബാക്ക് സ്റ്റാബിങ് എനർജി ഉണ്ട് ഒരുപാട്. ആൻഡ് ഇവിടെ ഹേർട്ട് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു വിഡ്രോയിങ് കാണുന്നുണ്ട്. പരസ്പരം രണ്ടുപേരും ഇപ്പോൾ സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റ് ആണ്. അവർ സംസാരിച്ച് കഴിഞ്ഞാൽ വാക്ക് തർക്കം അങ്ങനത്തെ ഇതാണ്, വേദനിപ്പിക്കുന്ന വാക്കുകളാണ് പരസ്പരം പറയുന്നതും, വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കാണ്. ഓക്കെ, സോ പേഴ്സൺ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെയാണ്. മാരേജിലാണെങ്കിൽ പോലും ഓക്കെ അവർ മാരീഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തനിച്ചിരിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണിനെ തോന്നുന്നുണ്ട് ദാറ്റ് അവരെ പുറത്താക്കിയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഒരാൾ റിലേഷൻഷിപ്പിൽ തീരെ ഇൻവോൾവ് അല്ല, ഓക്കെ ഒരാൾ മാത്രം ശ്രമിക്കുന്നു എന്ന രീതിക്കൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടെ 8 ഓഫ് വൺസും അഗൈൻ ഇത് നല്ല കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല. സംസാരം കാണുന്നുണ്ട്, പക്ഷെ നല്ല കമ്മ്യൂണിക്കേഷൻ അല്ല. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഫുൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു വേദനിപ്പിക്കൽ, എന്താ പറയുക കുറ്റപ്പെടുത്തലുകളായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ കാണുന്നത്. അഗൈൻ അവർക്ക് ശരിയാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇതിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന രീതിക്ക് ഒരു ചിന്ത കാണുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് ഇത് ബെറ്റർ ആക്കാനുള്ള ഒരു ചെറിയൊരു ശ്രമം കാണുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഇവിടെ ഒരാൾ അപ്രോച്ച് ചെയ്താൽ പോലും ഓക്കെ ഒരാൾ ഇത്തിരി ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പോലും മറ്റേ ആൾ അപ്പോഴേക്കും അതിനെ ഡിഫെൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനെ എതിർത്ത് നിൽക്കുന്ന പോലെയാണ്. എന്തെങ്കിലും നമ്മൾ പറയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ തർക്കുത്തരം പറയുക, അല്ലെങ്കിൽ തട്ടുന്ന എന്താ പറയുക സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ. കാരണം ഒന്നുമല്ല, അത് വേറൊന്നുമല്ല, ഓൾറെഡി ഹേർട്ട് ആയിട്ടുണ്ട്. പല കാര്യങ്ങളും ഇവരെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളായിരിക്കും, അവരെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ സിറ്റുവേഷൻസ് ആയിരിക്കാം, ഇപ്പോഴത്തെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ബോദർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു അവിയലാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും ശ്രമിച്ചാൽ പോലും ഇതിൽ ഒരാളെങ്കിലും ശരിയാക്കാം എന്ന് വിചാരിച്ച് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒന്ന് സ്നേഹം കാണിക്കാൻ ശ്രമിച്ചു, അപ്പോഴും അവിടെ തട്ടിത്തെറിപ്പിക്കലാണ്. ഓക്കെ, പരസ്പരം അല്ലെങ്കിൽ നമ്മൾ പറയില്ല അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പോയ സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ പോയാലും ചിലപ്പോൾ തട്ടി ഇതാക്കാന്ന് പറയില്ലേ. സോ ആ രീതിക്കുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. സോ പരസ്പരം യാതൊരു കണക്ഷനും എനിക്ക് കാണാനില്ല. നൈറ്റ് ഓഫ് വൺസും ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, ശ്രമിക്കുന്നുണ്ട് അവർ, ഇടയ്ക്കിടയ്ക്ക് അവരൊരു ശ്രമമുണ്ട് ഇതൊന്ന് ബെറ്റർ ആക്കാനൊക്കെ, പക്ഷെ ആവുന്നതായിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. ഓക്കെ, മേ ബി സൊസൈറ്റി കാണിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം അവർ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതെവിടെയോ ഇടയിൽ എനിക്ക് ആക്ച്വലി എൻ്റെ മനസ്സ് ഫീൽ ചെയ്തത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. കാരണം അങ്ങനെ ഒരു എന്താ പറയുക ഇതിൻ്റെ ആക്ച്വലി യെസ് നിങ്ങളെ കാത്തിരിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഇടയിൽ ഒരു പ്രതീക്ഷ ഐ തിങ്ക് നിങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു അല്ലെങ്കിൽ വേണ്ട തേർഡ് പാർട്ടിയെ കുറിച്ച് തന്നെ ഇപ്പോൾ ഒത്തിരി കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയെ കുറിച്ച് അവർ തമ്മിലുള്ള ഒരു മുന്നോട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് എന്താണ്, ഫ്യൂച്ചറിലേക്ക് എന്താ കാണുന്നത്. ടെമ്പറൻസ്, 10 ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, എംപ്രസ് കാർഡാണിത്, കാണിക്കാൻ പാടില്ല, സോറി. ക്വീൻ ഓഫ് കപ്സ് ഇവിടെയുണ്ട്. കാണാൻ പോലെ വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോറി. ഓക്കെ, ഫൈൻ. ഇവിടെ ബോട്ടം ക്വീൻ ഓഫ് കപ്സ് ആണ്. എനിക്ക് ബോട്ടം ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇപ്പം ഞാനിവിടെ കാണുന്നത് ഇവിടെ ആക്ച്വലി കുറച്ച് പോസിറ്റീവ് കാർഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർ തമ്മിൽ ബെറ്റർ ആവാനുള്ള ഒരു ലക്ഷണമാണോ എന്ന് എനിക്കും തോന്നിപ്പോയി. ഓക്കെ, ബട്ട് അല്ല, തെറ്റായ തോന്നലാണ്. ഇവിടെ ടെമ്പറൻസ് വല്ല തൽക്കാലം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുക, അതായത് എല്ലാം ഓക്കെ ആണ് എന്ന രീതിക്ക് കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഇവിടെ 10 ഓഫ് കപ്സ് ഉണ്ട്, ഹാപ്പി ഫാമിലി പോലെ, പക്ഷെ അത് പുറമേയുള്ള കാണിക്കലും മാത്രമാണ്. ഓക്കെ, പുറമേ കാണിക്കാൻ ശ്രമിക്കുകയാണ്. അഗൈൻ ഇവിടെ അവർ ഇതിൽ എഫേർട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്, രണ്ടുപേരും ഐ തിങ്ക് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഓക്കെ, കാരണം ഇവിടെ അഗൈൻ എംപ്രസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരാൾ, അതിൻ്റെ മേലെ 3 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. സോ 3 ഓഫ് സോർട്സും എംപ്രസ് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് എന്ന രീതിക്ക് നമുക്ക്, അതായത് അവരുടെ ഒരു
സോറി, ഇവിടെ സിറ്റുവേഷൻ വളരെ മോശം തന്നെയാണ്. ഓക്കെ, അവർ തമ്മിൽ ചില ഹർട്ടായിട്ട് ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അവർ പരസ്പരം പലതും പറഞ്ഞു കഴിഞ്ഞു, പലതും ചെയ്തു കഴിഞ്ഞു. അത് നമ്മൾ മനസ്സിൽ കിടക്കുക എന്ന് പറയില്ലേ, ആ മനസ്സിലൊരു വേദന കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ പുറമെ എന്ത് കാണിച്ചാലും ഓക്കെ, നമ്മൾ വെറുതെ ബാൻഡേഡ് ഇടാൻ ശ്രമിക്കുന്ന പോലെ മാത്രമാണ്. ഓക്കെ, അതൊരു ആക്ച്വൽ ഫിക്സിങ് അല്ല അവിടെ എനിക്ക് കാണുന്നത്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ ഹേർട്ടായിട്ടാണ് അവരിയ്ക്കുന്നത്. ഓക്കെ, ഒരാൾ ഭരിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് വളരെ. ബട്ട് അവിടെ നോക്കുക, കമ്പാരിസൺ വന്ന് നോക്കൂ. ബോട്ടം വന്ന് നമുക്ക് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് എവിടെയാണ്? ഈ എനർജി മുഴുവൻ വരുമ്പോഴും ഫാമിലിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും ബോട്ടമിൽ ക്വീൻ ഓഫ് കപ്സ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹം. ഓക്കെ, ലേഡീസ് ആവണമെന്നില്ല, ഓക്കെ, ജെൻസ് ആയാലും കിങ് ഓഫ് കപ്സ് ആയിട്ടും അങ്ങനെ മാറ്റി ആ എനർജി എടുക്കുക. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ കെയറിങ്, ന്യൂച്ചറിങ്, നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു പേഴ്സൺ എന്നെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ആരായാലും ശരി, ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ കെയറും എല്ലാം അവർ മിസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെ ആക്ച്വലി വേദനിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഇപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം, അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട് എന്ന് പറയാം. ഓക്കെ, ശരിക്കും അവർ നിങ്ങളെയാണ് ഇപ്പോൾ മിസ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ആ ബോട്ടം എനർജി നിങ്ങളാണ് വന്നിരിക്കുന്നത്. ടു ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് ആക്ച്വലി ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഫാമിലി അവർ മാരീഡ് ആണ് മോസ്റ്റ്ലി ഇവിടെ എനിക്ക് കാണുന്നത്. അപ്പോൾ സപ്പോസ് അവർ പാരൻസ് സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ പല സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് പോകണം എന്ന രീതിക്കാണ്. അങ്ങനെ കൂടി ഞാൻ പറയാം. ആ ഒരു സിനാരിയോ ആണെങ്കിൽ ഓക്കെ, പാരൻസ് ആണ് എതിർപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൾച്ചർ ലൈക്ക് എന്താ പറയുക, റിലീജിയൻ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുമായിട്ടൊരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അപ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്നത് വേറൊരു ഇവിടെ എംപ്രസ് എന്ന് എടുക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അമ്മ, പാരന്റ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് പറയാം. തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ലൈക്ക് ഇൻലോസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാം. ഓക്കെ, സോ അങ്ങനെ ഒരു സിനാരിയോ കൂടി കാണുന്നുണ്ട്. ലെറ്റ്സ് സീ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആക്ച്വലി ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. നിങ്ങളോടുള്ളത് വൈബ്, റിസ്ക്, ചെറിഷ്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു ഇതാണ് ഞാൻ നോക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഡിസയർ, ഓക്കെ, ഓപ്പൺ യുവർ ഹാർട്ട്, grateful, being in love, affectionate. I'm willing to waste every minute to experience the adventures on our bucket list with you. നിങ്ങളുമായിട്ട് ഒക്കെ അവർ സമയം സ്പെൻഡ് ചെയ്യാൻ, നിങ്ങളുമായിട്ട് കറങ്ങി നടക്കാൻ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നമ്മൾ രണ്ടുപേരും കൂടി ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ല, അവിടെ പോകണം ഇവിടെ പോകണം, നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അതൊക്കെ നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അഫെക്ഷനേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ദർ ഇസ് വൺ പേഴ്സൺ ഹു ഹാസ് ഡീപ് ഫീലിംഗ്സ് ഫോർ യു എന്ന് പ്രത്യേകം പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിന് തീർച്ചയായിട്ടും നിങ്ങളോട് ഫീലിംഗ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, ഇവിടെ വൈബ് കാണുന്നുണ്ട്. സോ നിങ്ങളോടുള്ളത് ജസ്റ്റ് സോ യു നോ യു ആർ മൈ ഹാപ്പി പ്ലേസ്. ഞാൻ പറഞ്ഞില്ലേ, ബാക്കി എല്ലാം വിഷമങ്ങളും കാര്യങ്ങളും അവർ ആ ഒരു എന്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലെയാണ്. അതിൻ്റെ ഇടയിൽ വന്നത് ആകെ ഒരു സന്തോഷമായിട്ടുള്ള കണ്ടത് അവർക്ക് നിങ്ങളെ മാത്രമാണ്. ഓക്കെ, സോ നിങ്ങളാണ് അവർ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ, നിങ്ങളാണ് അവരുടെ ഒരു ഹാപ്പി പ്ലേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി ഈ ഒരു ടെൻഷൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഒക്കെ ഉള്ളിൽ നിങ്ങളാണ് അവരുടെ ഒരു സന്തോഷം എന്നാണ് പറയുന്നത്. റിസ്ക്, എവറി ലവ് സ്റ്റോറി ഹാസ് എ റിസ്ക് ബട്ട് ദേ മേക്ക് ഇറ്റ് റിയൽ. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ ചില റിസ്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അതൊരു റിസ്ക് ആണ്, അല്ലെങ്കിൽ പാരൻസ് തടസ്സമുണ്ട്, റിലീജിയൻ വേറെ ആണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ചെറിയ തടസ്സങ്ങളായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്നേഹം സത്യമാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. ചെറിഷ്, ഓക്കെ, ഐ നോ യു ഹാവ് ബീൻ ഹേർട്ട് ബിഫോർ, ഐ വിൽ നെവർ ഹേർട്ട് യു, ഐ ലവ് യു. ഓക്കെ, ഞാൻ പറയണോ, നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയാം. ഓക്കെ, അവർ അല്ലെങ്കിൽ നിങ്ങളെ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വേദനകൾ കിട്ടിക്കാണാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ പേടിയുണ്ടാവും ഈ പേഴ്സൺ വേദനിപ്പിക്കുമെന്ന്. ബട്ട് അവർ പറയുന്നില്ല, ഞാൻ ഒരിക്കലും തന്നെ നിങ്ങളെ ഹേർട്ട് ചെയ്യില്ല, ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിശ്വാസം വെക്കൂ, ട്രസ്റ്റ് വെക്കൂ എന്നാണ് പറയുന്നത്. ഡിസയർ, സം വൺ ബിഗിൻസ് ടു ഫാന്റസൈസ് അബൌട്ട് യു ഇൻ എ സെൻഷ്വൽ വേ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ഈ കാർഡ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ, കാരണം ഇങ്ങോട്ടാണ് വരുന്നത്. സോ യെസ്, നിങ്ങളുടെ ടുവേർഡ്സ് ഒരു പാഷനേറ്റ് ആയിട്ടൊരു ഫീലിംഗുമായിട്ട് ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഡിസയർ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് ലൈഫ് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹമുണ്ട്. ആൻഡ് ഇവിടെ ദേ ആർ സെക്കൻഡറി, ഓൾവേസ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസായിട്ട് എടുക്കാം. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെപ്പോഴും പക്ഷെ നിങ്ങളെ തന്നെ ഫസ്റ്റ് ആയിട്ട് വെക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ് ആയിരിക്കാം,
ഓക്കെ. ബട്ട് നിങ്ങൾ എപ്പോഴും ഇതെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവനവനെ ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ അങ്ങനെ പ്രയോറിറ്റി തരുള്ളൂ. ഓക്കെ, ഇത് ചില കാര്യങ്ങളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ സെക്കൻഡായിട്ട് വെച്ചാലും പേഴ്സൺ നിങ്ങളെ സെക്കൻഡായിട്ട് വെച്ചാലും നിങ്ങൾ ആദ്യം അവനവനെ ഫസ്റ്റായിട്ട് കാണൂ എന്നാണ് പറയുന്നത്. അപ്പോഴേ അവരും അത് കാണുള്ളൂ. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ. ഓക്കെ, ഓപ്പൺ യുവർ ഹാർട്ട്. ദ പോസിബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് ലവ് എക്സിസ്റ്റ് ഈവൻ ഇഫ് മൈ ഹാർട്ട് ഇസ് ടെമ്പറലി ക്ലോസ്. ഇപ്പം തൽക്കാലം നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട്, സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, മാറി നിൽക്കുന്നതായിട്ടും അവർ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, എല്ലാം കാണുന്നുണ്ട്. ബട്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ്ഫുൾ ഇഫ് ഐ ഹാഡ് നെവർ ക്രോസ്ഡ് പാത്സ് വിത്ത് യു മൈ ലൈഫ് വുഡ് ഫോർ എവർ ഫീൽ ഇൻകംപ്ലീറ്റ്. അവർ പറയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് അവർ നന്ദി പറയുകയാണ് ദൈവത്തിനോട്. അതായത് നിങ്ങൾ വന്നില്ല ആയിരുന്നെങ്കിൽ ഓക്കെ അവരുടെ ലൈഫ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് അവർക്ക് എപ്പോഴും തോന്നും എന്നാണ് പറയുന്നത്. അപ്പം അത്രയും വാല്യൂ ആണ് നിങ്ങൾക്ക് അവർ തരുന്നത്. ഓക്കെ, ബട്ട് യെസ്, സിറ്റുവേഷൻ ഇപ്പം എങ്ങനെയാണ്, ചിലവർക്ക് അത് വിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ഫാമിലി ആണെങ്കിൽ, അൺമാരീഡ് ആൾക്കാരാണെങ്കിൽ ഒരു പോസിബിലിറ്റി എവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഉണ്ട്. മാരീഡ് ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തേക്കാം. ഓക്കെ, എന്താവും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് നിങ്ങളെ വേണമെന്ന് ആഗ്രഹമുണ്ട്, അവർ ലൈഫിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നിലനിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫ്യൂച്ചർ നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഓക്കെ, സോ എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കുക. ബട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കൂ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കൂ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.